പ്രിയരെ, മെത്രാന്മാരുടെ സംഘടനകൾ തമ്മിൽ അടിയാണ്. മൗണ്ട് സെന്റ് തോമസിൽ സംഘടനകളുടെ തിക്കും തിരക്കുമാണ്. അടങ്ങാത്ത കുർബാന സ്നേഹം കൊണ്ട് മൗണ്ടിൽ കാലെടുത്ത് വെക്കുന്നവരെല്ലാം ഓരോരോ സംഘടനയുമായി പുറത്തു വരികയാണ്. സന്ധ്യാസമയത്ത് അതിലൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. വല്ല സംഘടനയിലും തട്ടിമറിഞ്ഞു വീഴും. നേതാക്കൾ പെറ്റുപെരുകയാണ് അവിടെ. കുറച്ച് അണികളെ ആരെങ്കിലും ഒന്ന് സംഭാവന ചെയ്ത് സഹായിക്കണേ. ഓരോ മെത്രാനും ഓരോ സംഘടന. അതാണോ കണക്ക്? അങ്ങനെയാണോ കാര്യങ്ങളുടെ പോക്ക് എന്ന കാര്യത്തിൽ എനിക്കത്ര തിട്ടമില്ല. എന്തായാലും ഓരോ സംഘടനയ്ക്ക് പുറകിലും ഓരോ മെത്രാനുണ്ട് എന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല. കെന്നഡിയുടെ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ഇപ്പോൾ എവിടെയാണെന്ന് കെന്നഡിക്ക് പോലും അറിയില്ല. അതിനു മുമ്പ് കെന്നഡിയുടെ തന്നെ മറ്റൊരു ക്രിസ്ത്യൻ കൗൺസിൽ ഉണ്ടായിരുന്നു. കെന്നഡി ഉണ്ടാക്കിയ സംഘടനകൾക്കൊപ്പം കെന്നഡിയും വിസ്മൃതിയിലായി എന്നതാണ് സത്യം. ഈ ചാനൽ ചർച്ചകൾ നയിച്ചിരുന്നത് കെന്നഡിയാണ്. ഓരോ ചർച്ചയിലും കെന്നഡി ഒരു തുണ്ട് കടലാസുമായിട്ട് വരും. ആ തുണ്ട് കടലാസിൽ മൗണ്ടിൽ നിന്ന് ചില വൈദികരുടെ പേരെഴുതി കൊടുത്തിട്ടുണ്ട്. അവരെ കുറിച്ച് തെറി പറയണം. ഏത് വിഷയത്തെക്കുറിച്ച് എന്തു ചോദിച്ചാലും തുണ്ട് കടലാസിൽ എഴുതി കൊണ്ടുവരുന്ന മുഴുവൻ വൈദികരെയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടെ കെന്നഡി കളമൊഴിയുമായിരുന്നു. ഇപ്പൊ കെന്നഡി തന്നെ കളമൊഴിഞ്ഞ മട്ടാണ്. ബിനു ചാക്കോയുടെ ഇന്ത്യൻ കാത്തലിക് ഫോറം ഇപ്പൊ ഏത് ഇന്ത്യയിലാണെന്ന് അദ്ദേഹത്തിന് തന്നെ നല്ല തിട്ടം പോരാ. തട്ടിപ്പ് കേസുകളിൽ പിടിക്കപ്പെട്ട് ജയിലിലായതിനു ശേഷം ആരും തന്നെ അടുപ്പിക്കുന്നില്ല എന്ന പരാതിയിലാണ് ബിനു ചാക്കോ എന്ന് തോന്നുന്നു. അസൂയ കൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടെയുള്ളവർ പറയുന്നത്. ഇനി മറ്റുള്ളവർക്ക് തട്ടിപ്പ് നടത്താൻ അവസരം കൊടുക്കണമെന്നേ. അവരും 10 പുത്തനുണ്ടാക്കട്ടെ. അത്തിക്കളത്തിന്റെ CPCയെ ഒന്ന് പിടിച്ചു നിർത്താൻ സ്വന്തം മക്കളെയും ബന്ധുക്കളെയും കളത്തിലിറക്കി അടാറ് നാടകം കളിച്ചു നോക്കിയതാണ്. പക്ഷേ ഒത്തില്ല. പിന്നീടുണ്ടായ MTNS കൊണ്ട് ആരക്കുഴ പച്ച പിടിച്ചു. സൈലന്റ് ഡ്രോപ്സ് വഴി നല്ല കാശും പിരിച്ചു. മാത്രമല്ല പിരിവിന് ഉതകുന്ന മറ്റു വഴികളും അദ്ദേഹത്തിന് തുറന്നു കിട്ടി. സഭയുമായും ചില കോൺഗ്രിഗേഷനുമായും ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടനിലക്കാരനായി. ഇരുവശത്ത് നിന്ന് ആനുകൂല്യം പറ്റി. പരിചയക്കാരുടെ സ്വർണമാല വരെ വാങ്ങി പറ്റിച്ചു എന്നാണ് അസൂയക്കാർ പറയുന്നത്. അങ്ങനെ ആരക്കുഴയും ഉഷാറായി. അങ്ങനെ ഇരിക്കെയാണ് ഈ സംയുക്ത സഭാ സംരക്ഷണ സമിതി ഉണ്ടാകുന്നത്. ആരാണ് ഈ സംയുക്ത സഭാ സംരക്ഷണത്തിലുള്ളവര്? ഒന്ന് പേര് ചൊല്ലി എനിക്ക് പറഞ്ഞു തരാമോ? അണികളില്ലെങ്കിലും പ്രഗത്ഭരായ നേതാക്കളുണ്ട്. പുത്തരിക്കലായിരുന്നു താരം. തന്റെ കരിങ്കാലിപ്പണി അവസാനിപ്പിക്കും പുത്തരിക്കലെ. ഇനി ആ കളി ഓടൂല പുത്തരിക്കലെ. അതിനാൽ തന്നെ ചില ആന്റിമാർ വല്ലാത്ത കലിപ്പിലാണ്. അപ്പോഴാണ് അതിലെ ഒരു വക്കീലിന് ബോധോദയം ഉണ്ടായത്. ഇവർക്കെല്ലാം പണമുണ്ടാക്കാമെങ്കിൽ എനിക്കുമായി കൂടെ എന്ന് അദ്ദേഹത്തിന് തോന്നിയതിൽ അത്ഭുതമില്ല. പണ്ട് ഈ MACT കേസ് പിടിക്കാൻ നടക്കുന്ന വക്കീലന്മാരെ കളിയാക്കി ഒരു സിനിമ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഏത് മത്തായി വക്കീലിനും പള്ളി കേസ് ഒരു ചാകരയാണെന്ന്. അതുകൊണ്ടാണ് വള്ളവും വലയുമായി ആളെ കൂട്ടി കേസ് പിടുത്തത്തിന് ഇറങ്ങിയത്. പല കേസുകളിലും 30% വരെയാണ് കമ്മീഷൻ എന്നാണ് കേട്ടുകേൾവി. പള്ളി കേസുകളിൽ എത്ര ശതമാനം കമ്മീഷൻ ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ല. പുറത്തു പറയാനാവാത്ത ചില പ്രത്യേകതരം അളിഞ്ഞ കേസുകൾ മാത്രം നടത്തിയിരുന്ന ചില വക്കീലന്മാർക്ക് ഇത്തരം കേസുകൾ ഒരു തരം ഇമേജ് ബിൽഡിംഗ് പ്രോസസ് കൂടിയാണ്, ഇമേജ് ബിൽഡിംഗ് എക്സസൈസാണ്. എന്തായാലും സംഗതി കുശാലാണ്. 100 പള്ളികളാണ് ടാർഗറ്റ്. ചിക്കാഗോയിൽ വരെ അലവാഞ്ഞ് പിരിവ് നടക്കുകയാണെന്നാണ് കൃത്യമായ വിവരത്തിന്റെ വെളിച്ചത്തിൽ ഈ തനിനാടൻ മലയാളിയിലെ ജോസ് ചേട്ടൻ അടക്കമുള്ളവർ പറയുന്നത്. എല്ലാവരും പച്ച പിടിക്കുന്നുണ്ടെന്നേ. എന്നാ പിന്നെ ഞങ്ങൾക്കുമായി കൂടെ എന്ന് വേറെ ചിലർ ചോദിച്ചാൽ കുറ്റം പറയാനാവൂ? കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു പുതിയ സംഘടനയും രൂപം കൊണ്ടുപോലും. CNA എന്നാണ് അത്ര പേര്. അവർ മൗണ്ടിന് മുന്നിൽ ഒരു ഏകദിന ഉപവാസം നടത്തി. 5 പേരായി തുടങ്ങിയ ഉപവാസത്തിലേക്ക് ആളുകൾ ആരും എത്തിയില്ല.
പിന്നീട് കുറെ ആളുകളെ അവിടെ നിന്ന് ഇവിടെ നോക്കി വിളിച്ചു ചേർത്തു. 10-30 പേരെ ഒപ്പിച്ചെന്ന് തോന്നുന്നു. ഒരു ഗുമ്മിന് വേണ്ടി ചില മെത്രാന്മാർ രാജിവെക്കണമെന്ന് അവിടെ പ്ലക്കാർഡ് പിടിച്ചു. ആ മെത്രാന്മാരുടെ സംഘടനകൾക്ക് അതത്ര പിടിച്ചില്ല. അതിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഘടനകൾ തമ്മിൽ പൊരിഞ്ഞടിയാണ്. ഈ ഒരു തച്ചിലമ്മായിയും ഒരു പുത്തരിക്കലും ഏതോ ഒരു ജോർജും ഈ വക്കീലുമെല്ലാം പരസ്പരം ചെളി വാരി എറിഞ്ഞ് അർമാദിക്കുകയാണ്. വോയിസ് നോട്ടുകൾ പ്രവഹിക്കുകയാണ്. 50 പേരും 9 സംഘടനകളും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഉദരപൂരണമാണ് ലക്ഷ്യം. കുർബാനയൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ചില മെത്രാന്മാരെ കൂട്ടുപിടിച്ച് ഇങ്ങനെ പറ്റിച്ചേർന്ന് നടക്കുക, തൽക്കാലം കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുക. പ്രിയ മെത്രാൻ സംഘടനകളെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. എറണാകുളം അങ്കമാലി അതിരൂപത ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ്. കാരണം അതിനെ നയിക്കുന്നത് നേതാക്കളല്ല എന്നതാണ്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഫിലിപ്പിയർ 2:2. ഈ വചനമാണ് ഞങ്ങളെ നയിക്കുന്നത്. സഭാ നവീകരണമെന്ന ലക്ഷ്യമാണത്. അതാണ് അതിന്റെ ആധാരം. കൃത്യമായ ചുവടുവെപ്പുകളിലൂടെ, ശക്തമായ നിലപാടുകളിലൂടെ, കരുത്താർന്ന സമരങ്ങളിലൂടെ, വ്യക്തമായ സമീപനങ്ങളിലൂടെ ഞങ്ങൾ മുന്നേറുകയാണ്. നിങ്ങൾ കേസുകൾ കൊടുത്തോളൂ, പള്ളികൾ അടപ്പിച്ച് പണമുണ്ടാക്കിക്കോളൂ, നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കോളൂ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കില്ലപ്പട്ടികൾ കടിപിടി കൂടട്ടെ, മാക്രാം തവളകൾ കരയട്ടെ, തെരുവ് നായകൾ കുരയ്ക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. കാരണം ക്രിസ്തു ഞങ്ങൾക്കൊപ്പമാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ്. നന്ദി.